ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെൽഹാൻസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ ആണ്. ഓവൺ ഇല്ലാതെ അടിപൊളി പിസ്സ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പിസ്സ ഉണ്ടാക്കാൻ ഫസ്റ്റ് വേണ്ടിയ പിസ്സ ഡോ ആണ്. 1/2 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് കുറച്ച് ടൈം നമുക്ക് മാറ്റി വെക്കാം. വേറൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഒറിഗാനോ, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ആവശ്യത്തിന് ഉപ്പും നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ഈസ്റ്റിലെ അതും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ചപ്പാത്തിൻ്റെ മാവ് കൊഴിക്കുന്ന പോലെ നന്നായി കൊഴിച്ചെടുക്കുക. ഇതിന് മുകളിൽ കുറച്ച് ഞാൻ ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു നനവിലെ തുണി എടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചെടുക്കാം. ഒരു 3 മണിക്കൂർ മാറ്റി വെക്കാം. നെക്സ്റ്റ് പിസ്സ സോസ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തത്. തക്കാളിൻ്റെ അടിഭാഗത്ത് കത്തി വെച്ചിട്ട് ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് വരട്ടെടുക്കാം. ഈ 3 തക്കാളി നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചൂടുവെള്ളം ഞാൻ മാറ്റി ഇതിലേക്ക് ഞാൻ നോർമൽ വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. അതിൻ്റെ ശേഷം ഇതിൻ്റെ തക്കാളിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഈ തക്കാളി നമുക്ക് മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ പേസ്റ്റ് ആക്കാം. അത് മാറ്റി വെക്കാം. ഈ പാനിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ ചൂടായി. ഇതിലേക്ക് ചെറിയ കഷ്ണ സവാള ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. 2 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നന്നായി വഴറ്റി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളകും പൊടിയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുളകും പൊടിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ച് നമ്മളെ തക്കാളിൻ്റെ പേസ്റ്റില്ലേ അത് ഒഴിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഈ ടൈം ഉപ്പൊക്കെ നോക്കാം. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പം നന്നായി തിക്കായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പിസ്സ സോസ് റെഡിയായി. നേരത്തെ മാറ്റി വെച്ച് നമ്മളെ പിസ്സ ഡോ എന്തായി നോക്കുക. ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇതപ്പോൾ നന്നായി പൊങ്ങി വന്നിക്കണ്. ഇതൊന്നും കൂടി നന്നായി കുഴച്ചെടുക്കുക. ഇതിൻ്റെ പുറത്ത് കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 1/2 മണിക്കൂർ നമുക്ക് അടിച്ചു വെക്കാം. ചിക്കനൊന്ന് മസാല തേച്ച് വെക്കുക. അതിന് വേണ്ടി ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ റെഡിയായി. ഇത് മാറ്റി വെക്കാം. പിസ്സ ഡോ ഇപ്പോൾ നന്നായി പൊങ്ങി വന്ന് ഇതൊന്നും കൂടി കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായി. ഞാനിപ്പോൾ ഈ പാനിലാണ് പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ഒലീവ് ഓയിലൊന്നും എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഡോ വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ഫോക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഈ 2 ഭാഗവും നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചൂടാക്കി എടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് പിസ്സ സോസ് ഒഴിച്ചെടുക്കാം.
അതുപോലെ തന്നെ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ സവാള, ക്യാപ്സിക്കം, ഒലീവ്സ്, ചിക്കൻ 3 ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ബ്ലാക്ക് ഒലീവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടിച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പിസ്സ റെഡിയായി. നല്ല ടേസ്റ്റിയുള്ള പിസ്സ ആണ്. ഓവൺ ഇല്ലെങ്കിലും നമുക്ക് അടിപൊളി പാനിൽ പിസ്സ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.